ആ പുറകിലെ കപ്പെടുത്ത് ആ റോസ് കപ്പെടുത്ത് 3 ഇങ്ങോട്ട് വെച്ച് പിന്നെ അതൊന്നും കുഴപ്പമില്ല. വെക്കുന്ന അത് കാണാൻ ഭംഗിയുണ്ടാണ്ട് ഇതിന് എവിടെ വെക്കാൻ? ഇങ്ങോട്ട് നീക്കി വെക്ക ആ റോസ് കപ്പെടുത്ത്. ഇങ്ങോട്ടോ? 3 ആ മതി. പിന്നെ പിള്ളേര് കപ്പല്ല നോക്കണം, എന്നെ നോക്കണം. ഇപ്പൊ പറയുമ്പോ ഇവിടെ നോക്കണം കൈ കേട്ടോ. ഈ കൗള് വീങ്ങിക്കെട്ടി മരമൂറ് പോലെ ഇരിക്കരുത്. ചെറിയ ചിരിയൊക്കെ ചിരിച്ച് പിള്ളേർക്ക് സന്തോഷം തോന്നണം ടീച്ചറെ കണ്ട. എനിക്കറിയാം എന്റെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കണോന്ന്. അപ്പൊ ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് പറയണം. ആക്ഷൻ. ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഐ ഹോപ്പ്. വെറുതെ ആടണ്ട, നേരെ നിന്ന് പറ. ഇങ്ങനെ 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 നിന്ന് കാണിക്കണെന്തിനാ? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് മറ്റേ ഫോണിൻ പരിപാടിയല്ല, പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ദേഷ്യപ്പെട്ട എനിക്ക് അങ്ങനെ. ഇല്ല ഇല്ല, ചിരിച്ചോ ചിരിച്ചോ. ആക്ഷൻ. ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഐ ഹോപ്പ് ഓൾ യു ആർ ഫൈൻ. നീ അതിർത്തി ശരിക്കൊന്ന് പഠിച്ച ആദ്യം. പഠിക്കാനൊന്നുമില്ല, എനിക്ക് ക്ലാസ് തുടങ്ങിയാൽ മതി. ആക്ഷൻ. നിനക്ക് വീഡിയോ പോയി. നിന്റെ വരലൊന്നും തോട്ടെ, അത് ലോക്ക് ചെയ്ത് വെച്ചേക്കണത്. മതിയോ? പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഐ ഹോപ്പ് ഓൾ യു ആർ ഫൈൻ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Okay, let us start. Clap, clap, clap. Click, click, click. Smile, smile, smile. Listen, listen, listen. മണ്ടു ആ ഹിറ്റായ ടീച്ചറില്ലേ, അതുപോലെ ആകണമെങ്കിൽ ഇത് ഉൾക്കൊണ്ടോട്ട് മുഖത്തൊരു ചിരിയാക്കി ഇട്ട് ആക്ട് ചെയ്തൊക്കെ പറയണത്. ഇപ്പൊ ഞാൻ തന്നെ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി എന്താണ്, രാവിലെ ചെല്ലുമ്പോത്തല്ലോ ഇങ്ങനെ ഇരിക്കും ടീച്ചറിന്റെ മോറ്. പിന്നെ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, മര്യാദക്ക് പറ. അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഇത് ഷൂട്ട് ചെയ്ത ആരാണെന്ന് ചോദിക്കൂലേ? അതൊന്നും ചോദിക്കൊന്നുമില്ല, എന്റെ പിള്ളേർക്ക് എന്നെ നല്ലോണം പറഞ്ഞു. There are 24 auxiliary verbs. Am, is, are, was, were. നീ ഒന്നും മര്യാദക്ക് പറ. എനിക്ക് ഇത് കഴിഞ്ഞ കുടുംബത്തെ പണിയുണ്ട്. നീ ഇതും ചുറ്റി നിന്നാ വൈകിട്ട് 6 മണിക്കല്ലേ ഇത് കഴിക്കണത്. അടുക്കളയിലും കേറൂല. എനിക്കിപ്പോ പണിക്കും പോകാൻ പറ്റണില്ല. പിന്നെ എന്റെ പിള്ളേർക്ക് പഠിക്കട്ടെ. ശമ്പളം വല്ലതും കിട്ടുമോ? ഇത് ശമ്പളം കിട്ടണില്ലല്ലോ. ശമ്പളം കിട്ടണില്ല. വെറുതെ കാലത്തെ അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് ഇങ്ങനെ കൈയും കലാച്ചം കാണിക്ക. ഞാൻ നിന്നങ്ങോട്ട് ഷൂട്ട് ചെയ്യാ. അതിപ്പോ ചോദിക്കുമ്പോ അവര് മാനേജ്മെന്റിന്റെ മീറ്റിംഗ് കൂടട്ടെ എന്ന് പറഞ്ഞു. ടീച്ചറിന്റെ കെട്ടിയാനാണെന്നും പറഞ്ഞ് വായ്പ ചോദിച്ചാൽ കിട്ടും. അതുകൊണ്ടാ ഇതൊക്കെ ചെയ്യണം. പറ. ഇനി പാരേട്ടം മിണ്ടാതെ നിന്നാലേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ മുണ്ടിയതായി ഈ കുഴപ്പം. നീ അതൊക്കെ ഒന്നും കൂടി പറ. ഇനി ആദ്യം തൊട്ട് ഞാൻ പറയണ്ടേ? ആദ്യം തൊട്ട് ഒരു സന്തോഷത്തോടെ നല്ല ഫീലില് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണ പോലെ പറ, സ്നേഹത്തോടെ. അല്ല ശമ്പളം കിട്ടണില്ല എന്നുള്ളത് നിന്റെ മുഖത്ത് കാണാ. ഇപ്പൊ അല്ല, ഒരു ഇഷ്ടത്തോടെ പറയണത്. ഞാൻ ഇഷ്ടത്തോടെ പറയണം. ഇനി പാരേട്ടം മിണ്ടരുത്. ഞാൻ മിണ്ടണില്ല. എന്തൊരു കഷ്ടാണ് റബ്ബേ, ഇത് പഠിച്ചിട്ടൊന്ന് തലേ കയറണ്ടേ. നമസ്കാരം കുട്ടികളെ. നമ്മളിന്ന് പഠിക്കാൻ പോണത് കണ്ടൽ കാടുകളെ കുറിച്ചാണ്. കണ്ടൽ കാടുകളെ കുറിച്ചാണ്. കണ്ടൽക്കാടുകൾക്ക് വേറെയും പേരുകളുണ്ട്. കഥയുടെ കാവൽ പറ കിട്ടിയ നന്നായി. ശ്വസന വേരുകൾ. കണ്ടൽക്കാടുകൾ പ്രകൃതിയുടെ ശ്വാസകോശെന്നും പേരുണ്ട്. ശ്വസന വേരുകൾ. വരി ഓടാൻ അറിഞ്ഞിരിക്കൂല്ലേ? അവന്റെ മന്മഥമാസ നിങ്ങളോടൊക്കെ കൊതി തോന്നിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓടാൻ സമയമുണ്ടല്ലോ, എനിക്കൊന്ന് ശ്വാസം വിടാൻ നേരില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കണ്ടൽക്കാടിനെ കുറിച്ച് പഠിക്കാൻ. ഇതുവരെ കഴിഞ്ഞില്ല, 3 മണിക്കൂറായി. ഇപ്പൊ ഈ TV പഠിത്തം വന്നതിന് ശേഷേ ആകെ അടങ്ങറാ. നമ്മളിപ്പോ ഈ പഠിപ്പിക്കണത് വീഡിയോ എടുത്തിട്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാല് ഇത് കുട്ടികൾ മാത്രമല്ലല്ലോ കാണുന്നത്, മാതാപിതാക്കള് കാണുന്നില്ലേ? അതിനെ കാണൂലേ? അപ്പൊ ഓര് നമ്മളെ വിലയിരുത്തല്ലോ. പണ്ട് കുട്ടികൾ മാത്രമല്ലേ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ കാണുള്ളൂ. ഒരു കാര്യം പറയാം മാഷെ, നിങ്ങളൊക്കെ ഇനി എങ്ങനെ തലകുത്തി നിന്ന് പഠിപ്പിച്ചാലും നമ്മുടെ സ്കൂളിന്റെ പഠന രീതിയെ പറ്റി വളരെ മോശം അഭിപ്രായം. ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പരാതികളാണ്. ഞാൻ പുറത്തിറങ്ങിയ എനിക്ക് ആൾക്കാർ ചെവിതല്ല കേൾക്കാൻ സമ്മതിക്കണില്ലാന്നേ. പരാതി ക്ലാസ് എടുക്കില്ലല്ലോ. ഞാനല്ല, നിങ്ങളുടെയൊക്കെ ക്ലാസ്സിനെ കുറിച്ച്. നമ്മളെ ക്ലാസ് മോശം അറിയുണ്ട്. നിങ്ങളുടേതല്ല, പ്രത്യേകിച്ച് ആ കോയ മാഷിന്റെ ക്ലാസ്. കോയ മാസ കാര്യങ്ങൾ വിട്ടേക്ക്. അയാളൊരു മലയാള അധ്യാപകനാണ്. അയാൾക്ക് അസർസ്പെടുന്നുണ്ട്. ആലോചിച്ചു. നമ്മൾ അതുകൊണ്ടല്ലേ സോഷ്യൽ എടുത്തേ.
അതിൽ വലിയ കുഴപ്പമില്ലല്ലോ എന്റെ എല്ലാവരും സോഷ്യൽ മാഷിന്റെ ക്ലാസ്സും ഒക്കെ കണക്കാ. അല്ല നമ്മളെ മണ്ടോതിരി ടീച്ചറെ ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ. അതുണ്ടാവും. ആ കാരണം കൃത്യമായിട്ടും പഠിപ്പിക്കണ അവരൊരാൾ മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ പിന്നെ എന്താ കാട്ടുന്ന സ്കൂളിൽ പോയിട്ട് ആ മാഷ് എന്താ അതിനകത്ത് കാട്ടിയെന്നുള്ളത് പിന്നെ ഒരു കണ്ടു നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനോട് തീർത്താ തീരാത്ത പകയുണ്ട് കേട്ടോ. അതിന് അതെ, ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളിലും PT ഉണ്ടേ. നമ്മുടെ സ്കൂളിൽ മാത്രം എന്താ അതില്ലാത്ത? നീ അതും കൂടി ഇതിന്റെ അകത്ത് വന്നാലുണ്ടല്ലോ കുട്ടികളെ പിടിച്ചാൽ കിട്ടും, അല്ലെങ്കിലേ കുട്ടികളെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്റെ മാഷേ, സ്കൂൾ ഉണ്ടായിരുന്നപ്പോ കുട്ടികളോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡ് ഏതാന്ന്. അവർ ഒന്നടങ്കം പറയും ഫിസിക്കൽ ട്രെയിനിങ്. ഇതിപ്പോ ഞാൻ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. കളി എന്ന് പറഞ്ഞൊരു പീരീഡ്, ആ പീരീഡ് നമുക്ക് ഇഷ്ടം, പക്ഷെ അതുകൊണ്ട് കുടുംബം പോലൊരുമില്ല മാസേ. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാഷാരാ? അപ്പൊ അവര് പറയും PT മാഷ്, മന്മഥൻ സാർ. അതൊക്കെ ശരിയാ, കളിപ്പിക്കണ മാഷുമാരോടാണ് കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക. എന്റെ പല കുട്ടികൾക്കും എന്നെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് രക്ഷകർത്താക്കളെ കണ്ടപ്പോ പറഞ്ഞു. അത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കേൾക്കണമെങ്കിൽ ഇപ്പൊ സൂം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിക്കണല്ലോ. അതിന്റെ ഉള്ളിൽ കൂടിയാണല്ലോ പഠിപ്പിക്കല്. ഇതൊന്നും ഞമ്മക്ക് ശരിയാവില്ല മന്മന മാസം. എനിക്ക് മുട്ടുംകാല് വരയ്ക്ക് ഓൺ ചെയ്താൽ നിങ്ങൾ പഠിപ്പീരേ ശരിയാവൂല. പിന്നെ ഇതിലൂടെ പിന്നെ എനിക്ക് പോവല്ലേ, ഞാനിത് ഈ പറയണ എനിക്കൊന്ന് വീഡിയോയിൽ എടുത്തരണം. അയ്യല്ലോ പക്ഷേ എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലല്ല ഇല്ല, എനിക്ക് അത്യാവശ്യമുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൾ സുഗതൻ മാഷ് അല്ല, ഇവിടെ ഓളുള്ളൂ, ഓൾക്ക് കൈ പറിച്ചാളൂ, ഓളെ കൊണ്ട് എടുത്താൽ അത് കുഴപ്പമില്ല. ഈ പഠിപ്പിരുന്ന വേറെയിലൊക്കെ മതി, അത് മതി കുട്ടികൾ. എന്താണ് ഞാൻ ഒന്നുകൂടി പഠിക്കട്ടെ, ആരെ കൊണ്ട് പഠിപ്പിക്കാം. കണ്ണാ കണ്ണാ, എവിടെ പോയി കിടക്കണ കണ്ണാ? എടാ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങായിന്ന്, ഞാൻ സമയായിന്ന്, മൊബൈലില് ക്ലാസ് തുടങ്ങാണ്. എന്റെ തന്നട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാട്ടാ. ഓ ഇതിലും മീതാണ്, ഒരു വക പഠിക്കൂല. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇരുന്ന് കുത്തി പിടിച്ചിട്ട് പോകാൻ പറഞ്ഞു കൊടുക്കണം. കണ്ണാ എടാ ക്ലാസ് ഇപ്പൊ തുടങ്ങുന്നേ. ആദ്യമൊക്കെ ഇതിങ്ങോട്ട് തുടങ്ങിയപ്പോ അതിന്റെ മുമ്പ് തന്നെ ഇറങ്ങും, കാരണം മൊബൈൽ കയ്യിൽ കിട്ടുകയാണല്ലോ. അപ്പൊ അതാ പഠിക്കണം എന്നായി കഴിഞ്ഞപ്പോ അവ കൂട്ടല്ല, കളി തന്നെ കഴിയും. ഇപ്പൊ ഞാൻ തന്നെ ഇരുന്ന് ഇത് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇന്നലത്തെ ക്ലാസ് പോയി. തുടങ്ങിയിട്ടില്ല. അതാ തുടങ്ങായി. കണ്ണാ, ക്ലാസ് തുടങ്ങായടാ. Hi, good morning, dear students. ഗുഡ് മോർണിംഗ്. I hope all you are fine. ഫൈൻ. Stay home, stay safe. ബ്രേക്ക് ദ ചെയിൻ. Okay, let us start. Clap, clap, clap. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. Click, click, click. ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. Smile, smile, smile. സ്മാൾ സ്മാൾ സ്മാൾ. Listen, listen, listen. ലിസണാണോ റിസണാണോ? ലിസൺ. എല്ലാണ് അല്ലേ, ടീച്ചർക്ക് തെറ്റി. Listen. അപ്പൊ ശരിയായി. Let us study about auxiliary verbs. ഏ Have you heard about auxiliary verbs? There are 24 auxiliary verbs. Do you know what are they? എന്താണ്? Now I am going to say some auxiliary verbs. Am, is, are, were, was, do, does, did, can, will, would, could. At first, we will study these 9 verbs. May I sing a song? പാട്ടുടെ Please listen. Am, is, are, were, do, was, does, did, can, will, would, could. എല്ലാരും ബ്രീത്ത് എടുത്തോ 3 പ്രാവശ്യം. ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് നിൽക്കൂ, വളരെ കൂളായിട്ട് നിൽക്കൂ. റിലാക്സ്, വളരെ കൂളായിട്ട് നിൽക്കുക. ഓക്കെ,
ഈ സാധനം എന്താണ്? പറയൂ മക്കളെ, പറയൂ. കയറ്. പായി നോക്കി നീ പറയണ്ട, അത് പിള്ളേര് പറയൂലേ. അല്ല അപ്പൊ സാറ് പറയുന്നു പറഞ്ഞുകൊണ്ടാണ്. അതെ അതെ, എന്റെ കുട്ടികൾ അവരവിടെ പറയുന്നത് എന്റെ മനസ്സിൽ കിട്ടണുണ്ട്. എന്റെ കുട്ടികളെ എനിക്കറിയാം, അവർ പറയുന്നത് ഞാൻ സങ്കല്പിച്ചിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണ്ട, നീ മിണ്ടരുത്. ഞാൻ ഇപ്പൊ എടുത്താൽ മാത്രം നീ എടുത്താൽ മതി. നിനക്കൊരു 100 രൂപ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് തരും, അത് മിണ്ടാതെ നിൽക്കാനാണ്. ഈ കയറിനെ നമ്മൾ ഇങ്ങനെ ഈ മരത്തിൽ ബന്ധിച്ച് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ മക്കളെ, അപ്പൊ മാഷിതേ ഇതുപോലൊരു കയർ ഓൾറെഡി ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കയറിൽ നിന്ന് നമ്മൾ പുതിയ ആ ഒരു ടെക്നിക്ക് തുടങ്ങാൻ പോവുകയാണ്. അല്ല ഇത് സംഭവം എന്താ ടെക്നോളജിന്റെ? ഞാൻ ഇതിൽ പറയും, അതിൽ പറയുമ്പോ കണ്ടാ മതി. അല്ല ഇതിപ്പോ നമ്മള് സാധാരണ പശുവിനെ കെട്ടിയിട്ടാണ് നിങ്ങളത് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ വേണ്ട, ഇത് തീർത്തിട്ട് വരെ പണിയുണ്ട്. നീ അത് പിടിച്ചാ മതി. അപ്പൊ മാഷി കയറിൽ കുറച്ചായിട്ട് ശക്തി കൊടുക്കാൻ പോവാണ്. ചെറുതായിട്ട് ശക്തി കൊടുക്കുന്നു, ബലം കൊടുക്കുന്നു, വലിക്കുകയാണ്. ഇങ്ങോട്ട് ഇവിടെ വേറെ പ്രോഗ്രാം ഞാൻ വിളിക്കാം. നിന്നോട് ഞാൻ പറഞ്ഞു, നീ അത് ഓഫ് ചെയ്ത് വെക്കണ്ട. ഒന്നുമില്ല. ഇത് ഒന്നുകൂടെ പറഞ്ഞാലേ മനുഷ്യ ഇത് ഓർമ്മിച്ച് വെച്ച സാധനങ്ങളാണ്. ഇതിനിടയ്ക്ക് ഒരു അപ്പോ മക്കളെ, മാഷ് കയറിനെ ഈ മരത്തിൽ കെട്ടിയിട്ടുണ്ട്. ഇനി മാഷ് ടെക്നിക്ക് തുടങ്ങാൻ പോവാണ്. മാഷ് മെല്ലെ ഈ കയറിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഇപ്പൊ മാഷ് നല്ല ശക്തി കൊടുക്കുകയാണ്, നല്ല ബലം കൊടുക്കുകയാണ്. കണ്ടോ മാഷിന്റെ ബലം കണ്ടോ? ഇപ്പൊ മാഷിന് എന്തുമാത്രം എനർജി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെ ഒരു മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല, രണ്ടുപേർക്കും തുല്യ ശക്തി കിട്ടുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ അറിവ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ടെക്നിക്ക് ചെക്കോസ്ലോവാക്യ, യുഗാണ്ട, എത്യോപ്യ എന്നിവിടങ്ങളിലുള്ള പുതിയ നൂതന വിദ്യകളുമായിട്ട് മാഷ് വരും. അതുവരെ എന്റെ മക്കള് മാഷ് പഠിപ്പിച്ചെല്ലാം ഓർമ്മയോടുകൂടി ദിവസവും ചെയ്യുക. ഓക്കെ, അപ്പൊ എന്റെ എല്ലാ പിഞ്ച് മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് PT മാഷ് മന്മഥൻ സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ. ഓക്കെ. മനസ്സിലായോ ഇതിന്റെ ടെക്നിക്ക്? അങ്ങനെയാണ് ഇത് നമ്മളെ ഈ നാട്ടിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായത്? നമ്മുടെ മറ്റേ രാമൻ ചേട്ടനൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. രാമൻ പോത്തിനെ വെക്കണ ഇതുപോലെ മറ്റേ പോത്തിനെ കെട്ടിയിട്ട് മറുവശത്ത് പോത്തല്ലേ? ഇത് സാറാണെന്നുള്ള വ്യത്യാസമുണ്ട്. ഹലോ, ഇത് അർജുന്റെ അമ്മയല്ലേ? അതെ. അല്ല, നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പും ഗ്രാൻഡ് ഒന്നും വേണ്ടേ? ഹലോ, കേക്കണ്ടോ? ഹലോ. എന്റെ കോയമാഷ ഇതൊന്ന് പതുക്കെ സംസാരിക്കേ, ഇവിടെ ശ്രദ്ധ തെറ്റണത്. എന്താ മാഷങ്ങൾ പറഞ്ഞു? 10-40 ആൾക്കാരെ വിളിക്കണം ഞാന്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കാന്. പണിയൊന്നുമില്ലല്ലോ ഇപ്പൊ. നിങ്ങൾക്ക് ഇതിരുന്ന് കുത്തിയിരുന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ? അതെന്താ മാഷ അങ്ങനെ പറയണ്? ഇല്ലാണ്ട് ഇത് വെറുതെ ഇരുന്ന് എഴുതിയാൽ മതിയാ? ക്ലാസ്സിലെ കാര്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം HMന്റെ ജോലി ചെയ്യാൻ. പിന്നെ ഒന്നാമത് ഇവിടെ വന്നിട്ട് ഈ ഹലോ എന്ന് ഇങ്ങനെ കത്തണത്തിനത് വീട്ടിൽ പോയിരുന്ന് സമാധാനത്തിൽ വിളിച്ച് റെഡിയാക്കിയ പോരെ? വീട്ടിലേ നായാലും നല്ല വല്ല ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ട് വിളിക്ക. അല്ല കാര്യണ്ട്, കണ്ണും ചേടും തരില്ല ഭാര്യയും കുട്ടികളും. ഇതെന്താ ഈ ചെയ്യണം മാഷ? ഈ ചോക്കിന്റെ പൊടി ഇങ്ങനെ മൂക്ക് ചേട്ടൻ അത്ര നല്ലത്. മാഷ എത്ര ദിവസമായി ക്ലാസ് ഉണ്ടായിട്ട് ഈ ഒരു സാധനത്തിന്റെ ഒരു മണം ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ സ്കൂളിലാണ്, ഞാൻ ഒരു മാഷാണെന്നൊക്കെ ഒരു ധാരണ എനിക്ക് കിട്ടുന്നത്. അല്ല ഇപ്പൊ അധികം കാലമൊന്നുമില്ല, റിട്ടയർഡ് ആവാറായില്ലേ? അല്ല, ഇങ്ങനെ പോയാലേ റിട്ടയർമെന്റ് 65 വയസ്സാക്കിയാലും ശരി സ്കൂള് തുറക്കും നിൽക്കി തോന്നില്ല. അല്ല, ഇക്കൊരു പെട്ടി ചോക്ക് കിട്ടിയാലും മതി. ആരെ ഭാഷ ബെല്ലടിക്കണേ? അല്ല ഭാഷ, നമ്മളറിയാണ്ട് ഇനിയിപ്പോ ആരെങ്കിലും ക്ലാസ് തുടങ്ങിയോ? ഉണ്ണിയെ നീ എന്തിനപ്പോ ബെല്ലടിച്ച്? സാറേ, ഞാൻ എന്റെ പണിയെന്റെ എടുക്കുന്നു. എടാ ചങ്ങായി, ഈ ബെല്ലടിക്കണ കാറ്റിട്ട് വല്ല കുട്ടികളും കൂടെ ഓടി കയറി കൊണ്ട് വന്നാലോ? ആഷെന്തായി പറയണ? എടോ, അതിനിവിടെ ക്ലാസ്സും തുടങ്ങിയിട്ടില്ല, കുട്ടികളും ഇല്ല, പിന്നെ എന്തിനാ ബെല്ലടിച്ചേ? എന്റെ കോയ സാറേ, നിങ്ങൾ ഇപ്പൊ പള്ളി പോലണ്ട.
ഇല്ല. ആ എന്നാൽ അവിടെ ബാങ്ക് കൊടുക്കുന്നില്ലേ? ഉണ്ട്. ഉണ്ട്. സുഖം സാറോ അമ്പലത്തിൽ പോകണ്ട? ഇല്ല. ഇല്ല. എന്നാൽ അവിടെ പൂജയും മണിയടി എല്ലാം ഉണ്ടല്ല. ആ ഉണ്ട്. ഇതെല്ലാം ഒരു ആചാരാണ് സാറേ. അതുപോലെ നമ്മുടെ നാട്ടില് ഈ സ്കൂൾ ഉണ്ടെന്ന് അറിയാൻ ഞാൻ ഇടക്ക് 1 അടിക്കും 2 അടിക്കും ഒരു ലോങ് ഒന്ന് അങ്ങടിച്ചു. അപ്പൊ അത് കുഴപ്പമില്ല. അത് മാഷെ ആചാരമാകുമ്പോ നമുക്ക് തടയാൻ പറ്റും. മാഷെന്ത് വിട്ടിത്തരായി പറയണേ? കണക്കാണല്ലോ. താൻ അത് ഇവിടെ വെച്ചിട്ട് പോയിക്കേ. ആ ഇതെനക്ക് വേണം. ലോങ് അടിക്കണ്ടേ? മാഷെ ഈ ശമ്പളം അങ്ങനെ വെറുതെ മേടിച്ചുകൊണ്ട് പോകുമ്പോഴേ മേലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടെന്നൊരു തോന്നലുണ്ടാവണല്ലോ. അതിന് ചെയ്യണതാവും. ഞാൻ ഈ ചോക്ക് നടത്തണ മതിയായി. അല്ലതിപ്പോ എത്ര കാലം അങ്ങനെയാന്നുള്ളതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. അടുത്ത ടീമിനെ വിളിക്കട്ടെ, അല്ലെ ഇത് തീരൂല. കുറച്ച് പതുക്കെ വിളിക്കണട്ടാ. പതുക്കെ തന്നെ വിളിക്കണ്. പറഞ്ഞു വരുമ്പോ അങ്ങോട്ട് കേറി പോണതാ മാഷെ. അല്ല കഞ്ഞിപ്പരയിൽ എവിടെയും പോയിരുന്നു വിളിക്കേ. അഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോണത്? സുഹൃമാഷേ, ഓർമ്മയുണ്ടോ ഈ ട്രോഫികളെയും ഈ ഡ്രിൽ മാഷിനെയും? കൊയമാഷേ, എത്ര വർഷമായി ഒന്ന് കണ്ടിട്ട്. മാസങ്ങളൊക്കെ വർഷം പോലെയാണ് മാഷെ ഇപ്പൊ എനിക്ക്. അതെ അതെ. ഇടയ്ക്കൊക്കെ വരാലോ, മാഷ് വരാഞ്ഞിട്ടല്ലേ. അതിനുള്ള അവസരം നിങ്ങൾ തരണില്ലല്ലോ. അല്ല ഇപ്പൊ എന്തിനാ ഇപ്പൊ എന്നെ വിളിപ്പിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞ്? അതായത് ഞാൻ നമ്മുടെ ഇവിടുത്തെ ഈ രക്ഷകർത്താക്കളെയും കുട്ടികളെയൊക്കെ ആയിട്ട് ഫോണിലൊരു സർവേ നടത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പക്ഷേ നമ്മുടെ ഈ കുട്ടികളുണ്ടല്ലോ, ഇവരുടെയൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ച് ബോറടിച്ച് അവരുടെ ബുദ്ധി ഒന്ന് വികസിക്കുന്നില്ല. ബ്രെയിൻസ് സെൽസ് ഒക്കെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത്. നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോ നല്ല ക്ലാസ് അല്ലേ? പൊതുവെ ഞങ്ങൾ അറിഞ്ഞ അഭിപ്രായം അതാണ്. അത് പക്ഷെ എനിക്കൊണ്ട് വേറെ അറിവില്ലാത്ത ആരെങ്കിലും എടുത്തിട്ട് മാഷിനോട് ആ വിവരം പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത്, നമ്മുടെ കുട്ടികളെ ഈ പഠനത്തോടൊപ്പം കുറച്ച് ഫിസിക്കൽ ട്രെയിനിങ്, പുതിയ കളികൾ, പുതിയ കുറച്ച് വ്യായാമ മുറകൾ, കുറച്ച് യോഗ, ഇതൊക്കെ പഠിപ്പിച്ചാൽ നമുക്ക് അവരെ വളരെ മിടുക്കരാക്കി മാറ്റാൻ പറ്റും. മാഷേ ഇതിപ്പോ അവര് ട്രെയിൻ ചെയ്യാണ്ട് തന്നെ മുറ്റത്തുനിന്ന് കയറുന്നില്ല. അതാണിപ്പോ കുടുംബക്കാരുടെ. പക്ഷെ അതിപ്പോ മുറ്റത്ത് അവർ കളിക്കുന്നത് എന്താ? കഞ്ഞിയും കറിയും മറ്റേ കോലി കളി, അങ്ങനെയുള്ള ചന്നവിന കളി. ഇത് അതല്ല. ഇത് വിദേശ രാജ്യങ്ങളിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനേഴ്സിന്റെ പുതിയ മുറകൾ. അത് ഞാൻ ഈ ലോക്ക്ഡൌൺ ടൈമിൽ വീട്ടിൽ ഇരുന്ന് പഠിച്ചെടുത്തതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും മാഷേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന മാഷുമാരായിട്ട് മാഷ് ഒന്ന് ഡിസ്കസ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവര് മനോഹരമായിട്ട് ക്ലാസ് എടുക്കട്ടെ. ഇവരുടെ ക്ലാസ് കണ്ടിട്ടാണ് കുട്ടികൾ ബോറടിച്ചിരിക്കുന്നത്. വീണ്ടും ഇതൊക്കെ അവരുടെ തന്നെ ഏൽപ്പിച്ചാൽ അത് ആകെ ചളവളാവും മാഷേ. പിന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം എന്നാ മാഷ് പറയണേ? അതായത് മാഷേ, ഈ പഠിച്ച സംഭവങ്ങളൊക്കെ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് എന്റെ മൊബൈലിലാക്കിയിട്ടുണ്ട്. മാഷ് ഇത് എടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് ദിവസവും വെറും 1 മണിക്കൂർ ഇതങ്ങോട്ട് കൊടുത്തു നോക്കുക നമ്മളെ ചാനലിലൂടെ. മാഷ് എന്ത് പ്രാന്തായി പറയണ്? PTAക്കൊക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കേ? അത് എവിടത്തെ ന്യായ? മാഷ അല്ലാത്ത സിലബസ് തന്നെ മര്യാദക്ക് തീരുന്നില്ല കുട്ടികൾക്ക്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോ കളിക്കാനും കൂടി പറഞ്ഞാലാ ശരി. അതെന്താണ്? മാഷന്മാർക്ക് അർപ്പണബോധം ഇല്ല. അവർക്ക് അവർക്ക് വന്ന് ഈ ടിവിയുടെ ക്യാമറയുടെ മുമ്പ് വന്ന് ഷൈൻ ചെയ്യണം, ഷോ ചെയ്യണം. മാഷെന്താ ഉദ്ദേശിച്ചത് ഇപ്പൊ? അതായത് മാഷെ, ഞാനിപ്പോ ഈ ചെയ്ത സാധനം ഉണ്ടല്ലോ, ആ വീഡിയോ, അത് നമ്മുടെ ചാനലിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുക. PT ക്ലാസ് ദിവസേന 1 മണിക്കൂർ ഓൺലൈനായിട്ട്. മാഷ്ക്ക് എന്താ വട്ടുണ്ടോ? നടക്കണ വല്ല കാര്യം പറയും മാഷ. 100 പണിയുണ്ട് ഇവിടെ. അതിലിടയ്ക്ക് വന്നിട്ട് ഓരോന്ന് പറയാൻ നിൽക്കുകയാണ്. അതെ മാഷേ, അതെ ഞാനും ഒരു അധ്യാപകനൊക്കെ അല്ലേ. കുട്ടികള് ടിവിയിൽ കൂടെ നമ്മളെ കാണുന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലൊക്കെ. അപ്പൊ അത് ഷോ അല്ല അല്ലേ മാഷെ? ഷോ അല്ല, അതിന്റെ കൂടെ ഞാൻ വേറെ സംഭവം കൊടുക്കണ്ട കുട്ടികൾക്ക്. അതെ, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഓരോന്നും കൊടുത്തോണ്ടിരിക്കുന്നത്. കുറെ നാളായിട്ട് കൊടുക്കല്ലേ മാഷെ? ഇടയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഒരു അവസരം തരണ്ടേ? പക്ഷെ ഒരു കാര്യം ചെയ്യാം. ദിവസം എന്നുള്ളത് നമുക്ക് 2 ദിവസത്തിൽ ഒരിക്കൽ മാഷ ഒന്ന് പോകാൻ നോക്കിയായിരുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും PT ക്ലാസ് പറ്റില്ലെന്ന് ഓൺലൈനായിട്ട്. പറ്റില്ല. മാസ്ക് എന്താ ഇരുന്നിരുന്ന് വട്ടായ? പിന്നെ എന്റെ ഓൺലൈൻ ക്ലാസ് നടത്താൻ പറ്റില്ലോ എന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ? നിങ്ങൾക്ക് മേളിൽ വേറെ കുറെ ആൾക്കാരുണ്ട് ഈ സ്കൂൾ നടത്തിപ്പില്. ഞാൻ അവരുമായിട്ട് കണ്ട് സംസാരിച്ചോളാം. എന്നിട്ട് കാണാം നമുക്ക്. കാണാം. നിങ്ങളോടും കൂടെ കോഞ്ഞ മാഷെ. മാഷെ,
പെട്ടെന്നൊരു ആവേശത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു സോറി സോറി സാർ. ഓ അതെ, ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഇട്ടൂടെ പറ്റില്ല, ഒരു പ്രാവശ്യത്തേക്ക്? പറ്റില്ല, പ്ലീസ്. പറ്റില്ല, ഒരു സൗഹൃദത്തിന്റെ പുറത്ത് ഒരു അപേക്ഷയാണ്, ഏതെങ്കിലും ഒരു ദിവസം പറ്റില്ലാന്ന്. ഒരു PT മാഷിന്റെ ഒരു അപേക്ഷയായിട്ട് ഒരു 15 മിനിറ്റ്. മാഷ് പോവാൻ നോക്കിയേ. പറ്റില്ല? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പറ്റില്ല. ഇറങ്ങി പോവാൻ നോക്കിയേ. വേണ്ടടോ വേണ്ട. എന്താ ഇയാള് കൊറോണ ഊതി പരത്താൻ വേണ്ടി വന്നേക്കാ നമുക്ക്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ, എല്ലാ അധ്യാപകരുടെയും മാനസികാവസ്ഥ തന്നെയാണ്. എന്താ ചെയ്യാ? പോയില്ലേ? ഇനി വല്ല പ്രശ്നമായിണ്ടാവോ? ഇങ്ങനെ പോയാൽ പലർക്കും പല